ഞാൻ ഇന്ന് രാവിലെ ഒരു 8 മണി മുതൽ ട്രാവലിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിൽ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യവും സങ്കടവും വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്ന് ഞാൻ കണ്ടത്. ഈ ആന ഈ കിണറ്റിൽ കിടക്കട്ടെ, 5 ദിവസമായി സാറേ ഉറങ്ങിയിട്ട്. ആനശല്യമാണ് ഇവിടെ, മടുത്തു. മലയാറ്റൂരിലെ റബ്ബർ തോട്ടത്തിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം തടഞ്ഞ് നാട്ടുകാർ. പ്രദേശത്തെ വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഓക്കെ, ആളുകൾ പ്രതിഷേധിച്ചോട്ടെ, നോ വറീസ്. കാരണം അവർക്ക് അവരുടെ കൃഷി, അവരുടെ ജീവൻ, അവരുടെ സ്വത്തുവകകൾ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അല്ലേ കിണറ്റിൽ കിടക്കുന്നത് ഒരു ജീവനല്ലേ. ആളുകൾ ഇത്രത്തോളം മനസ്സ് മാറി ചത്തോട്ട ആന എന്ന് പറയേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പിടിപ്പുകേടാണ്. പിന്നെ ആന വിഷയമാണ് ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനലിലൊക്കെ ചർച്ചയാവുന്നത്. ബൈ ദ വേ, ഇതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണാം. അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഭയങ്കരമാണ്. കിടന്നുറങ്ങാൻ പറ്റണില്ല. ഇവരിത് കയറ്റിക്കൊണ്ട് ചെയ്യാന്ന് പറയും. ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് പോയത്. സാറിന്റെ ആവശ്യം നമുക്ക് ഇതിന്റെ പരിപാടികളെല്ലാം ഈ സാധനം കയറ്റി വിടുന്നതിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ആനനെ സംരക്ഷിക്കാനൊന്നും നമുക്ക് നിലപാടൊന്നുമില്ല. ആനനെ കയറ്റി കൊണ്ടുവരാൻ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ചില ഡിമാൻഡുകൾ ഞങ്ങൾക്കുണ്ട്. നമ്മൾ ഇന്ന് 5 ദിവസമായി ഞാൻ ഇവിടെ കിടന്നുറങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ നാട്ടുകാർ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ ഗതികേട് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരിക്കലും ഒരു കുട്ടിയാനയാണത്. അതിന്റെ ജീവൻ പൊയ്ക്കോട്ടെ, അത് അവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല, ഞങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ആവണം എന്നുള്ളതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇന്ന് ആന കിണറ്റിൽ വീണപ്പോഴാണ് നിങ്ങൾക്ക് ഈ വിഷയം വന്നത്. നിങ്ങൾ ആന കിണറ്റിൽ വീഴാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ പോ. നിങ്ങൾക്ക് ഇലക്ട്രിക് ഫെൻസ് കിട്ടുന്നില്ല, അതിന് ഫണ്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് എവിടെയെന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ കാട് ഇറങ്ങി നാട്ടിലേക്ക് ആനകൾ എന്തുകൊണ്ട് വരുന്നു, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാട്ടിനകത്ത് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു റീസൺ കാണും അതിന്. അത് ഇവിടെ എന്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊജക്റ്റിന്റെ പേരിൽ പൈസകൾ മാറ്റി വെക്കുന്നുണ്ട്. കാടിറങ്ങി എന്തുകൊണ്ട് ആനകൾ നാട്ടിലേക്ക് വരുന്നു, എന്തുകൊണ്ട് മൃഗങ്ങൾ, പുലി, കൊരങ്ങൻ, കാട്ടുപോത്ത്, ആന എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനൊക്കെ ഇവിടെ ഒരു പഠനം വെക്കി. അതല്ലേ ചെയ്യണ്ടേ? അത് ചെയ്യാൻ പറ്റുമോ? അതില്ല. പിന്നെ ഇതേപോലെ കണ്ണിച്ചോരില്ലാത്ത വർത്താനം. ആന ചത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആനേനെ അതിൻ്റെ ഉള്ളിട്ട് മൂടിക്കോ, പുറത്തു വരാൻ സമ്മതിക്കില്ല, അത് ഞങ്ങളെ പ്രതിഷേധാന്ന് പറയുന്നവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് ചോദിക്കാൻ ഭയങ്കര ദേഷ്യവും സങ്കടവും കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ആനയും പുലിയും ഇതുമുള്ള കാട് വെട്ടിപ്പിടിച്ചിട്ടാണല്ലോ കയറി പോണത്. അപ്പം പിന്നെ അവർ തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ പറയുന്നില്ല, ഇത് ആ ഡയലോഗ് അടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. സംഗതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഏറ്റവും പറഞ്ഞ ഇതിനു മുമ്പ് വീഡിയോയിലുണ്ട്, ഏറ്റവും കൂടുതൽ ഫണ്ട് ഫോക്കസ്ഡ് ആവുന്ന ഒരു ഏരിയ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ വൈൽഡ് ലൈഫും നേച്ചറിനും വേണ്ടിയിട്ടൊക്കെ നല്ല ഫണ്ട് ഇവിടെ പാസ്സാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏതൊക്കെ വഴി കൂടി എവിടെയൊക്കെ പോകണു, ആരൊക്കെ എടുത്തുകൊണ്ടോന്നും ഒരു പിടുത്തവും. പിന്നെ ഇത് 1-2 കേസുകളല്ലല്ലോ ഇപ്പോൾ, ആണോ? വയനാട്ടിൽ, ഇടുക്കിയിൽ, അവിടെ ഒരിക്കലും ആനകൾ വരാത്ത സ്ഥലങ്ങളിലടക്കം ആനേനെയും കാട്ടുപോത്തിനെയും പുലിനെയും കാണുകയാണ്. അപ്പം എന്താണ് വിഷയം? ഒന്നില്ലെങ്കിൽ ഇവരുടെ ഡെൻസിറ്റി കൂടി, പോപ്പുലേഷൻ കൂടി, അതിനനുസരിച്ചുള്ള സ്ഥലമില്ലാത്ത പ്രശ്നം വരുന്നു. മനുഷ്യന്മാരെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള പരിപാടി ഇവർക്ക് ഉണ്ടാവില്ല. മൃഗങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ വേട്ടയാടിയിട്ടും ടെറിട്ടറിക്ക് വേണ്ടി തമ്മിലടിച്ചും ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, സോഷ്യലൈസ് ആ പരിപാടിയൊന്നും മൃഗങ്ങളുടെ ഇടയിൽ കാണൂല. അവരുടെ പാക്കിൻ്റെ വലുപ്പം കൂടുമ്പോൾ പൊതുവെ ഇതേപോലെ അവർ നാട്ടിലേക്ക് ഇറങ്ങും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടുകാരാണെന്നുണ്ടെങ്കിലും
ഒരു കുട്ടിയാനോട് ആ ഡയലോഗ് അടിച്ചു. അതിൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. ഞങ്ങൾ കണ്ടപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും തോന്നി. അപ്പോൾ പറയും നാട്ടുകാർ അവിടെ ചവിട്ടിക്കൊന്നത് നീ കണ്ടില്ല, അങ്ങനെ ചെയ്ത് കണ്ടില്ല എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കും. കണ്ടടേ, അതൊക്കെ കണ്ട്, കാണാതിരുന്നിട്ടൊന്നുമില്ല. എല്ലാ ജീവനും വിലപ്പെട്ടതാണ്, മനുഷ്യൻ്റെ ആണെങ്കിലും മൃഗത്തിൻ്റെ ആണെങ്കിലും എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കൺമുന്നിലൊരു ജീവനെ കൊന്നു കളയണം എന്ന് പറയാൻ വയ്യ. അത് കണ്ടു നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ മനുഷ്യൻ്റെ ജീവൻ പോകുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുമാണ്. ഓക്കെ, മൃഗങ്ങൾ കാടിറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ രാവിലെ എണീച്ചിട്ട് ഒരു ആന കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു 2 ആളെ കൊന്നിട്ട് വരാം, ഒരു പുലി ഞാൻ 2 ആളെ തട്ടിയിട്ട് വരാം, ഇങ്ങനെയാണോ ഇറങ്ങുക? അല്ല, റീസൺ, ദർ വിൽ ബി എ റീസൺ, ഷോർട്ടേജ് ഓഫ് ഫുഡ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ, ക്ലൈമറ്റ് ചേഞ്ച് ആവാം, എന്തെങ്കിലും ആവാം. ഇത്ര പ്രൊജക്റ്റുകൾ നടക്കുന്നു, പൈസ ഇറക്ക്. മനുഷ്യന്മാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇതൊക്കെ നിലനിന്നാലേ മനുഷ്യൻ നിലനിൽക്കൂ. ഇവിടെ ഫ്ലഡ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, റൂം ഫോർ റിവർ. കുറച്ച് ഇത് പഠിക്കാൻ പോ, സൂവിനെ കുറിച്ച് പഠിക്കാൻ പോ, മൃഗങ്ങളെ കുറിച്ച് പഠിക്കാൻ പോ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആഫ്രിക്കയ്ക്കൊക്കെ ടൂർ പോകാമല്ലോ. ഞാനായിട്ട് പ്ലാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പോട്ടെ, വനം വകുപ്പ് മന്ത്രി ബാക്കി ടീമുകൾ.